ആളെ നമ്മൾ കയ്യോടെ പിടിച്ചിട്ടുണ്ട്. അടുത്ത സ്ലൈഡിൽ കാണിക്കും. അപ്പം ഇത് നമ്മുടെ യൂണിറ്റ് 1 കെമിസ്ട്രി, സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതിനകത്ത് ബാക്ക് എക്സസൈസ് ആണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. 35th ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. കാൽഷ്യം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നു. കാൽഷ്യം ക്ലോറൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഉണ്ടാവുന്നു. ഈ ഒരു റിയാക്ഷൻ അനുസരിച്ചാണെങ്കിൽ എത്ര ഗ്രാം കാൽഷ്യം കാർബണേറ്റ് വേണം ഇത്രയും എമൗണ്ട് ഓഫ് HCl ആയിട്ട് റിയാക്ട് ചെയ്യാൻ? അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ ആളെ കാണാം. ഈ ഒരു സ്ലൈഡിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വ്യൂസ് വേണം. വ്യൂസ് വരിക എന്ന് പറയുമ്പോൾ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവുമ്പോഴാണ്. അത് മറക്കരുത്. അതുപോലെ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ട NCERTയിലെ ബാക്ക് എക്സസൈസ് ആണ്. അത് നീറ്റിൽ എങ്ങനെയാണ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നതെന്നാണ് ഇവിടെ. ഇതിപ്പം നീറ്റ് 2022 വന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതുപോലെ നമ്മൾ ബാക്ക് എക്സസൈസ് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പരോട്ടോ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രിപ്ഷനും ബെല്ലൈക്കനും എനേബിൾ ആക്കാൻ മറക്കണ്ട. ഈ ഒരു ക്വസ്റ്റൻ നോക്കുക. അപ്പം 95% പ്യുവർ കാൽഷ്യം കാർബണേറ്റ് എന്ന എക്സ്ട്രാ ഒരു കൺസെപ്റ്റ് അവിടെ ഫിറ്റ് ചെയ്തു. ദെൻ വാല്യൂസ് എന്ത് ചെയ്തു? മാറ്റി. അപ്പം റിയാക്ഷൻ കാൽഷ്യം കാർബണേറ്റിന്റെ ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ഷൻ തന്നെയാണ്. കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടാവുന്നു. സോ ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു വാല്യൂ കമന്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിലെ ആൻസർ ക്വസ്റ്റ്യൻ 1 ആക്കിയിട്ടും ഇത് 2 ആക്കിയിട്ട് എടുത്ത് ഇത് രണ്ടിന്റെ വാല്യൂ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇനിയിപ്പം ഇത് രണ്ടിന്റെയും സൊല്യൂഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ അടുത്ത് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. സോ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.